ഹായ്, ഇപ്പം ഞാൻ എവിടെ അറിയാം ഇല്ലത് എൻ്റെ വീട്ടിലേക്ക് എത്തി. എൻ്റെ വീട്ടിലേക്ക് വരുന്ന പറഞ്ഞിട്ട് അടുത്തേക്ക് എത്തി ഞാൻ. അപ്പോൾ ഇല്ലേ, എൻ്റെ എൻ്റെ സ്വന്തം വീടല്ല കേട്ടോ ഇതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇവിടത്തേക്ക് ഇപ്പോൾ താമസം മാറിയത് അത്രയായിട്ടു. അപ്പോൾ എൻ്റെ ശരിക്കും നാട് മടിക്കയാണ്. ആടെ എന്താ പറയേണ്ടത്, പിന്നെ ഇത് തോടും കുന്നും പുഞ്ചക്കണ്ടും തെങ്ങും കവുങ്ങും വായി എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയുള്ള സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഈടാന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയണ്ടേ, ടൗൺ ഏരിയ ആണ് ഇത്. ഈടെ നമ്മൾ താമസം വന്നിട്ട് അത്രയും ആയിട്ടു. ഞാൻ ഈടെല്ലാം ശരിക്കും കാണിക്കാട്ടോ. ഈടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇങ്ങോട്ട് താമസം മാറാനുണ്ടായ കാരണവും എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതാ ഇവിടെ ഉണ്ടോ, ഇതുണ്ടോ, ഇത് നമ്മളെ മുച്ചിലോട്ടാണ് കണ്ടോ. ഇത് ഞാൻ ശരിക്കും കാണിക്കാം. ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ വീട് കാണുന്നുണ്ടോ, ഇതാ ഇതാ ഇതെൻ്റെ വീട്. ഇതാണ് എൻ്റെ വീട്. ഇതാണ് എൻ്റെ വീട്ടിൻ്റെ മുച്ചിലോട്ട് എന്ന് പറയുന്ന സ്ഥലം. ഇതെന്ന് പറയുന്നത് ഒരു അമ്പലമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ലപ്പാ. ഇത് നമ്മളെ മുച്ചിലോട്. ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. അടുത്ത് പറഞ്ഞാൽ എൻ്റെ വീടിന് മുട്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടേ, നമ്മ ഇവിടത്തേക്ക് താമസം മാറി എന്ത് കാരണം എന്ന് പറഞ്ഞിട്ടേ, അതായത് നമ്മളെ ഇടം മുച്ചിലോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ രാവിലെയും വൈകുന്നേരമെല്ലാം വിളക്കെത്തിക്കണം. ഇപ്പം ഇടം മുച്ചിലോട്ടിൻ്റെ ഉള്ളിലെല്ലാം വിളക്കെത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാളെ ആചാരപ്പെടുത്തിയിട്ട് എടുക്കും. അങ്ങനെ എടുത്തതാണ് എൻ്റെ അച്ഛനാ. അപ്പോൾ അന്തിത്തിരി എന്ന് പറയും. അങ്ങനെ എൻ്റെ അച്ഛനെ എടുത്ത ആചാര ചടങ്ങിൽ എടുത്തത് കൊണ്ട് നമ്മ ഇവിടത്തേക്ക് താമസം മാറിയതാണ്. ഈ ഈ എന്താണ് ഈ മുച്ചിലോട്ടല്ല, അവർ താമസിക്കുന്ന ഒരു വീട്ടിലാണ്, തറവാട് വീട്ടിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെ തുറന്നിട്ടൊന്നുമില്ല. ഇവിടെ രാവിലെ വിളക്കെല്ലാം വെച്ചിട്ട് ഇവിടെ ഇതെന്ന് പറയുന്നത് മുച്ചിലോട്ടിൻ്റെ ഉള്ളിൽ. ഇത് ഞാൻ ഇപ്പുറം സൈഡിൽ നിന്ന് എടുത്തത്. ഇത് മുച്ചിലോട്ടിൻ്റെ കുളം, തെയ്യെല്ലാം കുളിക്കുന്ന കുളമാണിത്. ഇതാണ്ടോ, തലോളം പടയോളിലെ കുളം. അത് വെള്ളം തെളിഞ്ഞിട്ടൊന്നുമില്ലപ്പാ, ഇങ്ങനെ തെളിയില്ലാത്ത മാതിരി. ഇനിയിപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നതാ. വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. വീട് എന്ന് പറയുന്നത് തറവാട് വീട്. അടുത്തേക്ക് പോകുന്നത് ഇതിലൂടെ ഇങ്ങനെ മുട്ടിയിട്ട് തന്നെയാണ് തറവാട് വീട്. വേണ്ട, ഇത് മുച്ചിലോട്ട് ഈ ചെറിയൊരു ഗേറ്റ് തുറന്നാൽ ഇതാ തറവാട് വീട്ടിലേക്ക് എത്തി. ഇത് വീടല്ല കേട്ടാ. ഇത് എന്ന് പറയുന്നത് ഭണ്ഡാരപ്പുര എന്ന് പറയും. ഭണ്ഡാരപ്പുരയിലേക്ക് പോകേണ്ടതാണ് ഈ വഴി. എന്താ ഈ വീട് എന്ന് പറയുന്നത്, തറവാട് വീട് എന്ന് പറയുന്നത് ഇത് ഈ കാണുന്നുണ്ടോ, അതിൻ്റെ കളാണിത്. കളത്തിൽ കണ്ട ആരും പുറത്തില്ല. ഞാൻ വീഡിയോ പിടിക്കുന്ന കണ്ടിട്ട് ആരും പുറത്തിരുന്നില്ല. പിള്ളേരെല്ലാം ഉള്ളിൽ കൂടീനി. ഞാൻ അമ്മയും പുറത്തിരുന്നില്ല. അച്ഛനില്ല. അപ്പം അച്ഛൻ നമ്മളെ നാട്ടിലേക്ക് പോയിട്ടുണ്ട്, മടിക്കിലേക്ക്. ആടെ വളപ്പെല്ലാം ഉണ്ട് ഇപ്പം. അപ്പം ആടെ വെള്ളമെല്ലാം അടിക്കണ്ടേ, അല്ലെങ്കിൽ നല്ല ഉണങ്ങിപ്പോവില്ലേ. അപ്പം അച്ഛൻ അങ്ങോട്ട് പോയിനി വെള്ളമെല്ലാം അടിക്കാൻ വേണ്ടിയിട്ട്. അടുത്തേക്ക് പോയിനി. ഇതാണ് ഭണ്ണാരപ്പുര എന്ന് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ ഈ രണ്ട് വാതിലുണ്ടോ, ഇതാണ്ടോ, നിങ്ങൾ കണ്ടോ, അതെ ഇപ്പുറം എന്താ ഈ വാതിലും ആ വാതിലും. ഈടെ ദൈവത്തിൻ്റെ ഈടെയാണ് അച്ഛൻ വിളക്കെല്ലാം കത്തിക്കേണ്ടത്. വൈകുന്നേരം വിളക്ക് കത്തിക്കണം. ഈടെല്ലാം അടിച്ചിട്ട് നല്ല വൃത്തിയിൽ അടിക്കെല്ലാം ചെയ്തിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈടെല്ലാം വിളക്ക് കത്തിക്കണം അച്ഛൻ. എപ്പോഴും കത്തിക്കണം. അതിനപ്പോൾ അതുകൊണ്ട് ഇവർ ഇവിടെ തന്നെ താമസിക്കും. ഈ വീട്ടിൽ തന്നെ, തറവാട്ട് വീട്ടിൽ തന്നെ താമസിക്കൽ. അച്ഛനും അമ്മയും എല്ലാവരും ഇവിടെ തന്നെ താമസിക്കൽ. ഇപ്പം പോയിക്കൂടാടി. ഇത് ഈ സാധനം അറിയോ നിങ്ങൾക്ക്? ഭസ്മക്കൊട്ടാന്ന് പറയും. ഇതിൽ അച്ഛന് വലിക്കേണ്ട കുറിയെല്ലാം ഇതിലിട്ട് വെക്കൽ. വേണ്ട, ഈ എന്തെന്ന് ഈ കുറീനെ ഭസ്മം കണ്ടോ, ഇത് അച്ഛന് കുളിച്ചിട്ട് എപ്പോഴും ഇടേണ്ട കുറിയിലിട്ട് വെക്കലാന്ന്. അപ്പം അതിനെ പറയും ഭസ്മക്കൊട്ടാന്ന്. കണ്ടിട്ടെങ്കിലും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്. ഇതില്ലേ എന്താണ്, നമ്മളെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ മുച്ചിലോട്ടേക്കെല്ലാം ശരിക്കും കാണാം. കണ്ടോ, എന്നെ അമ്മ കഞ്ഞി കുടിക്കാൻ കുറേ സമയമായി വിളിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളെനിക്കെല്ലാം കാണിച്ചു തരാറിഞ്ഞിട്ട് ഞാനിങ്ങനെ പിടിക്കുന്നത് ഇപ്പം. ഞാൻ വരട്ടെ വീട്ടിലേക്ക് പോകുന്നെല്ലാം പറഞ്ഞിട്ടേപ്പാ. അതുകൊണ്ട് കണ്ടോ, മുച്ചിലോട്ട് അടുത്ത് തന്നെ ആയി. ഇനി ഇപ്പോഴേ ഒന്നും ഉത്സവമൊന്നും ഇല്ല അപ്പം, ഒന്നുമില്ല ഇപ്പം പരിപാടി.